തണുപ്പുഴപ്പില്ലല്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഡേ ആണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ളൊരു പണിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലത്തെ കുറച്ച് ഇതൊക്കെ ഞാൻ അടുക്കളയിലെ കുറച്ച് പണികളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. രാവിലെ അപ്പോൾ ഞാൻ ഈ കുക്കറിൻ്റെ ഒക്കെ വിസിൽ ഇട്ടിട്ടാണ് കേട്ടോ എണീറ്റ് വരുന്നത്. അപ്പോൾ ഉമ്മച്ചി ചപ്പാത്തിക്ക് പൊടി ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ കടല വെച്ചിട്ടുണ്ട്, ചോറ് വെച്ചിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട്, എല്ലാം ആക്കി വെച്ചപ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റ് വരുന്നത്. അപ്പോൾ തലേ ദിവസമേ രാത്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലയും മതിയെന്ന് കേട്ടോ. അങ്ങനെ വീട്ടിൽ ഇതുപോലെ പരത്തിയിട്ടാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇവിടെ സാലമ പ്രസ്സിൽ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് ഉണ്ടാക്കൽ കേട്ടോ. ഉമ്മച്ചിക്ക് ഇങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും എളുപ്പം ഇഷ്ടം. ഒരു ഭംഗിയൊക്കെയാണല്ലോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് അതൊക്കെ മാവൊക്കെ കുഴിച്ച് എല്ലാം റെഡിയാക്കാണ് കേട്ടോ. കുറേ നാളായി ഇങ്ങനെ പരത്തുന്നതൊക്കെ കണ്ട് അത് ഞാൻ ഉമ്മച്ചി ഇങ്ങനെ പരത്തുന്നത് നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടോ. അതിൽ ഇച്ചിരി ഇങ്ങനെ അരിപ്പൊടിയൊക്കെ തൂക്കിയിട്ട് കുറച്ചേ അരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. അരിപ്പൊടിയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ വലിയ റൗണ്ടാക്കി ഇങ്ങനെ ചുട്ടെടുക്കാൻ കേട്ടോ. ചുട്ടെടുക്കല്ലേ, പരുത്തി എടുക്കുകയാണേ. അപ്പോൾ അത് കുറേ പരുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നടന്ന് വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് വന്നു. അപ്പോൾ ചപ്പാത്തി എല്ലാം പരുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി പരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ വെച്ച് കണ്ടപ്പോൾ എനിക്കൊന്ന് ചുട്ടെടുക്കാനൊരു കൊതി കേട്ടോ. അങ്ങനെ ഞാൻ ചുടാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ കൊമ്പളകൾ ഇങ്ങനെ വരുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചുടാൻ വേണ്ടിയിട്ട് നിന്നും എന്തായാലും പരത്തി വെച്ചേക്കല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുടാൻ വേണ്ടി നിന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നെതാപ്പിനെ വിളിക്കാൻ ടൈമായിപ്പോൾ അതല്ല ഞാൻ അവിടെ ഇട്ടിട്ട് നെതാപ്പിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയേ. നെതാപ്പിനെ അങ്ങനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നെതാപ്പി കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പപ്പ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പപ്പ വാരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേറെ പണിയില്ലാത്തതുകൊണ്ട് കുഞ്ഞിന് കുറച്ച് കുറുക്കുണ്ടാക്കാൻ വേണ്ടി കലക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ചൂടാണ്. അപ്പം ഞാൻ അതിൻ്റെ മേളിൽ ഇരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചപ്പാത്തി ചുടുന്നതൊക്കെ ഉണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉമ്മച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഏതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് കേട്ടോ. ടാറ്റാ, അസ്സലാമു അലൈക്കും. അങ്ങനെ നെത പോയി ഇക്കാക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇക്കാക്കൊന്ന് മാങ്ങ ചമ്മന്തി മുട്ടയും പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാങ്ങ ചമ്മന്തിക്കുള്ളതെല്ലാം റെഡിയാക്കി മാങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എണീറ്റിട്ട് നമ്മളെ കുഞ്ഞി പെണ്ണുറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ടാറ്റാ ടാറ്റാ ടാറ്റ ടാറ്റ ടാറ്റതാ ടാറ്റ. അങ്ങനെ രാവിലത്തെ പണികളും ഉച്ചക്കത്തെ പണികളൊക്കെ വേഗം തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മെയിനായിട്ടുള്ള പണി നമ്മുടെ അകത്ത് നമ്മുടെ പാർട്ടീഷൻ ചെയ്ത അവിടെ കേട്ടോ. പാർട്ടീഷൻ ചെയ്ത അവിടെ ഞാൻ കുറേ ദിവസമായിട്ടോ പ്ലാന്റൊക്കെ വെച്ചിട്ട് മാറ്റി കഴുകി ചട്ടിയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പുതിയ ചെടികളൊക്കെ നടണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള പണി. കുറേ ദിവസമായിട്ടോ ചട്ടിയൊക്കെ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ഇന്നലെ എളീമയുടെ വീട്ടിൽ പോയപ്പോൾ എളീമ കുറേ ചെടിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നടാൻ വേണ്ടിയിട്ട് പോവാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള വീഡിയോ. അപ്പോൾ നമുക്കിനി അതിലേക്ക് അടുക്കാം. ഇതെല്ലാം അകത്ത് വെക്കുന്ന ചട്ടികൾ. അങ്ങനെ പെട്ടി നിറയെ മണ്ണെടുത്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടികളെല്ലാം ഇതുപോലെ നിരത്തി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ മേളിൽ കുറച്ച് കരിനിലകളൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കരിയിലൊക്കെ പൊടിച്ചിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ചെടി നടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ചകിരിച്ചോറൊന്നും എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് നടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചെടി ഇരുന്ന് ചീത്തായി പോകൂലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണൊക്കെ നിറച്ച് ഒരു തണലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കരിഞ്ഞ ഇലകൾ കിട്ടാനായിട്ട് ഇവിടെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റംബൂട്ടാൻ്റെ ഇല തന്നെയാണ്. അപ്പോൾ റംബൂട്ടാൻ്റെ ഇല കുറേ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ അടിച്ച് കൂട്ടി വാരിയാണ് കേട്ടോ അതിലിട്ടത്. അങ്ങനെ എല്ലാം പൊടിച്ചിങ്ങനെ മിക്സ് ചെയ്ത് എല്ലാത്തിലും ഇടാണ് കേട്ടോ. അപ്പോൾ ആകെ ഈ റംബൂട്ടാൻ്റെ അടിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു തണലും ഒരു ആശ്വാസമൊക്കെ കിട്ടുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. സഹിക്കാൻ പറ്റാത്ത വെയിലാണ്.
അങ്ങനെ അതാ മണ്ണൊക്കെ ഇങ്ങനെ വാരി ഇടാൻ കേട്ടോ. ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് പാടാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണുണ്ടെങ്കിലും നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങണ തക്കം നോക്കി ഞാൻ വേഗം ചെയ്യാനേ മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചെടി അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം എനിക്ക് അങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് കാല് നടുക്കെ വേദന എടുക്കുകയാണ്. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ പാത്തുമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ. പാത്തുമ്മ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേക്കാണ് കേട്ടോ അവിടെ പുറത്തിരുന്നിട്ട്. അങ്ങനെ ഇതാ ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രം കുറച്ച് നല്ല തണലുണ്ട് കേട്ടോ. ഈ ചെടിയാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റും. അതിന് കുഞ്ഞി ഇതാണ് കേട്ടോ ഞാൻ നടാൻ പോകുന്നത്. കണ്ടോ അങ്ങോട്ടേക്ക് ഭയങ്കര വെയിലാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇതാ ഓരോ ചെടികളൊക്കെ ഞാൻ എടുക്കാൻ കേട്ടോ. ചട്ടിയിൽ പകുതി മണ്ണ് നിറച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചട്ടിയിൽ ചെടി ഇട്ടിട്ട് ബാക്കി മണ്ണ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പാത്തും അവിടെ നിന്ന് പറയുന്നുണ്ട് വെയിലത്തുനിന്ന് മാറ്, വെയിലും കൊണ്ടുവന്ന് നടല്ലേ എന്നൊക്കെ ഉമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇവിടെ വെയിലില്ലാത്തൊരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അടിയിൽ നല്ല രസമുണ്ട് നിൽക്കാനും നടാനും എല്ലാം. വെയിലൊന്നും ഇല്ല എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഏത് ചട്ടിയിൽ ഏത് ചെടി നടും എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഞാൻ മാറ്റി നടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ചെടി ഇട്ടിട്ട് മണ്ണിടാൻ നോക്കിയപ്പോൾ അങ്ങനെ പറ്റുന്നില്ല കേട്ടോ. കാരണം വലിയ ചെടിയാണല്ലോ, ചട്ടി നിറഞ്ഞിരിക്കുന്ന ചെടിയാണ്. എനിക്കിങ്ങനെ നിറച്ചിരിക്കണം കേട്ടോ ചെടി. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുഞ്ഞു ചെടി നട്ടിട്ട് വലുതാക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ. അതാണ് ചട്ടി നിറച്ചും എനിക്ക് ചെടി നടാണെങ്കിൽ ചട്ടി അപ്പം തന്നെ നിറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയാണ് കാട്ടിക്കിട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നും തിരിഞ്ഞും മിനിറ്റും ഇരുന്നൊക്കെ ഞാൻ നടാൻ ഇട്ടു. അങ്ങനെ ഇരുന്ന് എനിക്ക് കാലും കൈയൊക്കെ വേദന എടുത്തിട്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കുന്ന കുഞ്ഞി സ്റ്റൂളെടുത്തുനിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അതിനെ മേളിൽ കയറി ഇരുന്നിട്ടായി പിന്നെയുള്ള പണികൾ കേട്ടോ. അങ്ങനെ ഞാൻ 2-3 ചട്ടി മാറ്റി വെച്ച് നോക്കാൻ കേട്ടോ. കാരണം ചട്ടികൾ തീരെ ചെറുതാണല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് താഴ്ത്തി നട്ട് അടിയിൽ മണ്ണുണ്ടെങ്കിൽ പിന്നെ ചെടികളാകെ പെട്ടെന്ന് തന്നെ ചീത്തായി പോകുമല്ലോ. അങ്ങനെ കുറേ ചട്ടികൾ മാറ്റി എല്ലാ ചട്ടി നോക്കി ലാസ്റ്റ് ഇതാ ഒരു ചട്ടിയിൽ ഞാൻ നടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ ചെടിയിലായപ്പോൾ അതെല്ലാം ഞാൻ കളഞ്ഞ് അങ്ങനെ ഒരു കണക്കിന് കുറേ നേരത്തെ ഒരു പരിശ്രമത്തിന് ശേഷം എന്താ ചട്ടികളെല്ലാം ചെടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല, കാരണം കണ്ടു തന്നെ കാണാം, നിങ്ങൾക്ക് തന്നെ ബോറടിക്കില്ല. അങ്ങനെ അതാ ഇതുപോലെ ചട്ടി നിറച്ച് നട്ടിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ ചട്ടി നിറഞ്ഞിരിക്കണം കേട്ടോ. കുഞ്ഞു ചെടി വെച്ചിട്ട് വലുതാക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ല. അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞതിന് ശേഷം അടുത്ത പണിയാണ്. ഇവിടെ മൊത്തം മണ്ണായിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഈ ചട്ടിയുടെ സൈഡിൽ കുറച്ച് ചളിയൊക്കെ ആയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വെള്ളമൊച്ചൊക്കെ ഒന്ന് കഴുകി തുടച്ചൊക്കെ എടുക്കണം. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ടാസ്ക്കാണ്. അവിടെ ആയ മണ്ണ് എല്ലാം തുടച്ച് കഴുകി അവിടെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അകത്ത് വെക്കുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയാലാണ് ഇപ്പോഴും ഞാൻ ക്ലീൻ ആക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇക്കാക്ക വന്യവരെ ഇതിവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ ഇക്കാക്കടെ ചീത്ത വെക്കും. അപ്പോൾ എന്തായാലും ഇതും കൂടി ഇങ്ങനെ മൊത്തം അടിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് എന്താണ് അകത്തേക്ക് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ മൊത്തം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്തിരി സ്ഥലത്ത് തണലുള്ളതുകൊണ്ടിട്ട് ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം അടിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ചെളി ഉണ്ടാവുമല്ലോ, കാരണം നമ്മൾ മണ്ണും വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ആയിക്കണ ചെളി ഉള്ളത് കൊണ്ടിട്ട് പിന്നെ ഓസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാക്കാനുണ്ട്. അപ്പോൾ ഓസാണെങ്കിൽ ചില സമയം ഇങ്ങനെയാണ് കേട്ടോ, പൈപ്പിൽ കുത്തും പൊട്ടും ലാസ്റ്റ് എനിക്ക് അങ്ങോട്ട് ദേഷ്യം കയറാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം തുറന്നിട്ടിട്ട് ഇങ്ങനെ ഒഴിക്കാനിട്ട് അപ്പോൾ ഫോഴ്സ് കൂടുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഓസ് ഇങ്ങനെ പൊട്ടുന്നത്. അങ്ങനെ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് തന്നെ അകത്തേക്ക് കയറാണ് കേട്ടോ. അകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. അപ്പോൾ ഉമ്മിച്ചത് ഇവിടെയൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തുടച്ച തുണിയും കൊണ്ട് ഞാൻ പാർട്ടീഷൻ്റെ അടുത്ത് കുറച്ച് മാറാമിലും പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ തൊടുക്കാനായിട്ട്. വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും പൊടികളൊക്കെ ഉണ്ട്. ചന്ദനത്തിലൊക്കെ കത്തിച്ചെക്കുന്നതിൻ്റെ പൊടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിട്ടോ രാത്രിയിലത്തെ. അപ്പോൾ അതെല്ലാം ഞാൻ കബോർഡിൽ ഇങ്ങനെ തൊടുക്കുകയാണ്. അപ്പോൾ ഉമ്മിച്ച് അവിടെ ഇങ്ങനെ അടിച്ചു വാരി തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന പണിയിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ കറക്റ്റ് സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എണീറ്റ സമയത്ത് ഞാനിതാ ഇതുപോലെ ടീപ്പോയി എടുത്തിട്ട് അതിൻ്റെ മേളിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഏത് ബോക്സിൽ ഏതൊക്കെ ചെടി എങ്ങനെയൊക്കെ വെക്കും എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ അതാ കുഞ്ഞിപ്പെണ്ണിനെ ഞാനൊരു കണക്കിന് എൻ്റെ ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കത്തെ വെച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും പണിയൊന്നും നടക്കില്ല. പിന്നെ അതാ ഉമ്മിച്ച് തുടച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് ഉമ്മിച്ചിയുടെ കയ്യിൽ കൊച്ചിനെ കൊടുത്തിട്ടുണ്ട് നോക്കാനായിട്ട്. അവിടെ ഇവിടെയൊക്കെ അവൾ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരേ ചട്ടികൾ ഇങ്ങനെ വെക്കാൻ തുടങ്ങി. അപ്പോൾ ആ സെൻറ്ററിൽ വെക്കുന്ന ചട്ടി സ്നേക്ക് പ്ലാന്റ് നമുക്ക് സെൻറ്ററിൽ വെക്കാൻ പറ്റില്ല കേട്ടോ, കാരണം കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് മേളിൽ ഇങ്ങനെ മുട്ടിട്ടു. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിലാണ് സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സ്നേക്ക് പ്ലാന്റ് ഒക്കെ ബോക്സിൻ്റെ ഉള്ളിൽ വെക്കാൻ കേട്ടോ. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഇക്കടെ പറഞ്ഞിരുന്നു എനിക്ക് പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്ഥലം വേണം, എനിക്കൊരു സ്പേസ് വേണമെന്ന് ഞാൻ ഇക്കാക്കടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക പറയും ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല, നീ അങ്ങനെ നോക്കുകയൊന്നുമില്ല, നീ ശ്രദ്ധിക്കില്ല എന്നൊക്കെ പറയും. അത് എനിക്കും അറിയാം കാര്യം. എന്നാലും നമുക്ക് ഇടയ്ക്കൊരാഗ്രഹം വരുമ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കൊരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ തോന്നുമല്ലോ. പിന്നെ താഴത്തെ ഈ 3 സ്ഥലം ഞാൻ മനഃപൂർവ്വം ഒഴിച്ചിട്ടതാണ് കേട്ടോ.
കാരണം കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് അതൊക്കെ പൊട്ടിച്ച് കളയെ ഇങ്ങനെ വലിച്ച് പൊട്ടി. കാരണം ഇപ്പോൾ അവിടെയൊക്കെ സ്ഥലം കൈ എത്തുന്ന സ്ഥലം ആയതുകൊണ്ടിട്ട് കുഞ്ഞിപ്പെണ്ണ് അതൊക്കെ തട്ടി മറിച്ച് കളയുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. പിന്നെ ഓരോ നമ്മുടെ ഖുറാൻ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയില്ലേ. പിന്നെ അത് അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഇങ്ങനെ സെറ്റാക്കിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തോ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് അകത്ത് കുറച്ച് ചെടികളും നമുക്ക് എപ്പോഴും ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് എടുക്കാൻ നമുക്ക് കാണുമ്പോൾ നല്ല രസമാണല്ലോ. നമുക്ക് നേരിട്ട് കാണാനായിട്ട് എനിക്ക് ഇതിനും നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഭയങ്കര ദാഹം, വെയിലൊക്കെ കൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടതാണല്ലോ. അങ്ങനെ അതപ്പോൾ പപ്പായയും ഇത് പാലിൻ്റെ കട്ടയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരമായി പുറത്തെടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ പപ്പായ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് പാലിൽ കട്ട ഒക്കെ ആയിട്ട് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പായ അരിഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണ് അവിടെ നിന്ന് എന്തൊക്കെയോ കേൾപ്പിക്കുന്നുണ്ട്, ഉമ്മിച്ച് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഉമ്മിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പപ്പായ അരിയാണ് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ വിളിക്കാൻ കേട്ടോ. കുഞ്ഞിപ്പെണ്ണി എന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ അടുക്കളയ്ക്ക് ഇത് ചെയ്യുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇത് ചെയ്യണേ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവൾ ഓടിച്ചാടി അടുത്തേക്ക് വന്ന് പിന്നെ അതും ഇതും ഒന്നും നടക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ ക്യാമറ വെക്കാനാണ് കേട്ടോ ഏറ്റവും വലിയ പാട്. ഒരു ട്രൈപോഡ് പൊട്ടിപ്പോയിട്ട് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് പിന്നെ വെച്ചപ്പോൾ ഇങ്ങനെ എന്തോ ഇതായിട്ട് പൊട്ടിപ്പോയി സംഭവം. ഞാൻ ഇക്കാക്കയും ഒരുമിച്ച് എന്തോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ട്രൈപോഡ് സെറ്റ് ചെയ്തത്. അപ്പോഴാണ് കറക്റ്റ് ട്രൈപോഡ് പൊട്ടിപ്പോയത്. അത് കാരണം ഞാൻ അവിടെയും ഇവിടെയും എല്ലാം ചാരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല പാടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി പിന്നെ ദാ എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാ എൻ്റെ ഉമ്മിച്ചിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുത്തിട്ട് ഉമ്മിച്ചിയുടെ ഫോണിൽ നോക്കിയാണ് കേട്ടോ എഴുതുന്നത്. കുറേ നേരം ഇങ്ങനെ എഴുതാനിരിക്കുമ്പോൾ ബാക്ക് പെയിനൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞിപ്പെണ്ണും യഥാപ്പി എല്ലാം വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ എഴുതാനിരുന്നാലും ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും, ഓടി നടക്കും. കുഞ്ഞിപ്പെണ്ണ് എന്തോ കഴിച്ചിട്ട് എൻ്റെ പേപ്പറിൽ ഇങ്ങനെ തൂത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ പേപ്പറിൽ ആകെ ചെളിയാവുന്നുണ്ട്. ഇനി അതേ കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്നൊക്കെ പറയാൻ കേട്ടോ എന്നോട്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ അസൈൻമെൻ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ എഴുതുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എഴുതി കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് സബ്ജക്റ്റ് തുടങ്ങിയിട്ടുള്ള കേട്ടോ. തുടങ്ങി കുറച്ചായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ 5-6 പേജസൊക്കെ ഇങ്ങനെ എഴുതി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഇയറിൽ എക്സാമൊക്കെ വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സാം കഴിഞ്ഞ് സമാധാനമായിട്ട് എഴുതാമെന്ന് പറഞ്ഞ് വെച്ചതാണ് കേട്ടോ ഇത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ 10th +2 ഡിഗ്രി PG ഉള്ള എല്ലാം ഇതിൻ്റെ അഡ്മിഷനൊക്കെ നമ്മുടെ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 10th പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ +2 പോയിട്ടിരിക്കുന്നവർക്ക് +2 കഴിഞ്ഞ് ഡിഗ്രി എടുക്കണം താല്പര്യമുള്ളവർക്ക്, ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് PG ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും നല്ലൊരു അവസരമാണ് കേട്ടോ ഇത്. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് കഴിയാറായി പെട്ടെന്നാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഒരു ഡിഗ്രി എന്ന് പറയുക ഒരു PG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു എപ്പോഴും നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണല്ലോ ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇതിൽ 10th +2 ഒക്കെ എഴുതി എല്ലാവരും പാസ്സായിട്ടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള വേറൊരു കാര്യം. അപ്പോൾ അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് താഴത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. ഞാനപ്പോൾ അവിടുത്തെ കോച്ചിങ് സെൻറ്ററിൽ എന്താണ് മറ്റേ വാട്സപ്പ് ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ തരാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, ഡീറ്റെയിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ പറയാം. ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ BA സൈക്കോളജിയാണ് കേട്ടോ. ഞാൻ ഓരോ എക്സാമിന് പോകുമ്പോഴും ഓരോരുത്തർ ചോദിക്കാറുണ്ട് എന്താണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സിനാണ് കേട്ടോ ഞാൻ എന്താ പഠിക്കുന്നത് എന്തിനാണ് പോകുന്നതെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരാം. പിന്നെ BA സൈക്കോളജി സെക്കൻഡ് ഇയർ ആണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞത് ഫസ്റ്റ് ഇയറിലെ എക്സാമാണ്. കാരണം ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഫുൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് ഇയറിലെ അസൈൻമെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മളെല്ലാം വീട്ടിലിരുന്നാണ് എക്സാം ഒക്കെയാണ് നമ്മൾ കോളേജിൽ പോയിട്ട് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാവുന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്നപ്പോൾ അതിൽ പറയാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് എഴുതി കുറേയൊക്കെ ഒന്ന് തീർത്ത് വെക്കട്ടെ കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാ ദിവസവും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയണമെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്നൊരു വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ സർപ്രൈസും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.